സംസ്കാരം, ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഇല്ല ഓരോരുത്തർക്കും, നിങ്ങൾക്കും എനിക്കും. അവരൊരു കൾച്ചറൽ ഐഡന്റിറ്റി, അവനൊരു റിലീജിയസ് ഐഡന്റിറ്റി, മതപരമായ അവന്റെ ഒരു സ്വത്വബോധം, മതപരമായ അതിനോട് ചേർന്ന് നിൽക്കുന്ന അവന്റെ ഒരു കൾച്ചറൽ, അവന്റെ ഒരു സംസ്കാരം. അതില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആഘോഷങ്ങൾ ചിലപ്പോഴൊക്കെ അതിരുവിട്ടു പോകുന്ന കഥകൾ നമ്മൾ വായിക്കുകയാണ്. എല്ലാ നിശാ ക്ലബുകളുടെയും എല്ലാ കൂത്താട്ടങ്ങളുടെയും ആഭാസങ്ങളുടെയും പട്ടിക എടുത്താൽ ഈ സമുദായത്തിലെ ഏറ്റവും വലിയ മുസ്ലിയാക്കന്മാരുടെ ആദ്യാക്കന്മാരുടെ മക്കളുടെ പേരുകൾ വായിക്കേണ്ടി വരുന്ന ഗതികേട് വരുന്നു. ആരാണ് നമ്മൾ മാതൃകയാക്കേണ്ട ഒരു സമൂഹം? നമ്മളെ മാതൃകയാക്കേണ്ട ഒരു സമൂഹമുണ്ട്. നമ്മൾ മാതൃകയാവേണ്ടവരാണ്. തെറ്റിനെയൊക്കെ സാമാന്യവൽക്കരിച്ച് അതൊന്നും ഒരു തെറ്റല്ല എന്ന് തോന്നുന്ന പോലെയുള്ള ഒരു കാലം. ഞങ്ങൾ അവസാന കാലത്ത് എഴുതുമ്പോൾ സഹാബത്തിന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു, ഹബീബായ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സഹാബ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു കാലത്തെ പറ്റി? ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത, ഇദാ ഫസലത് നിസാഉകും വഫസക ശബാബുകും വലം തഅ്മുറൂ ബിൽ മഅറൂഫ് വലം തൻഹൂ അനിൽ മുൻകർ. തെറ്റിനെ തൊട്ട് ഒരു ജനതയെ തടുക്കാൻ ആളുകളില്ലാത്ത ഒരു കാലം, നന്മയിലേക്ക് ആളുകളെ വിളിക്കാൻ ആളുകളില്ലാത്ത ഒരു കാലം, അവരുടെ യുവതികളായ പെണ്ണുങ്ങൾ അഴിഞ്ഞാടുന്ന ഒരു കാലം, അവരുടെ യുവാക്കൾ എല്ലാ അധാർമികതയുടെയും മുകളിൽ നിൽക്കുന്ന ഒരു കാലം വരും. എവിടെ ഇത് പറയുന്നത് നോക്കണേ. ഏറ്റവും മനോഹരമായ ഒരു ജീവിതവും ഒരു സമൂഹവും വാർത്തെടുത്തിട്ട് അവരുടെ മുമ്പിൽ അനുഗ്രഹങ്ങൾ പറയുന്ന അങ്ങനെ ഒരു കാലം വരുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ധരിക്കുന്നു? അപ്പൊ സഹാബത്ത് ചോദിച്ചു, അവ എപ്പോഴും ധരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, കാലം അങ്ങനെ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോ, കാലം കഴിഞ്ഞു പോയി, നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോ പിന്നെ വരാൻ പോകുന്നത് കൈഫ ബികും ഇദാ ഉമിർതും ബിൽ മുൻകർ വനുഹീതും അനിൽ മഅറൂഫ്. നന്മയെ തൊട്ട് ആളുകൾ നന്മയിലേക്ക് ആളുകളെ വിരോധിക്കുകയും തിന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന കാലം വരും സഹാബ. പിന്നെ വരാൻ പോകുന്നത് തിന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കും, നന്മയെ തൊട്ട് ആളുകളെ തടയും. അങ്ങനത്തെ ഒരു കാലം വരും. അങ്ങനത്തെ ഒക്കെ കാലം നമുക്ക് എന്നോ കഴിഞ്ഞു. അപ്പയും സഹാബത്ത് ചോദിച്ചു, അവയെ കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. നബി തങ്ങൾ പറഞ്ഞു, അവസാനത്തെ കാലം വരുമ്പോ ഇതിനേക്കാൾ അപകടകരമായ ഒരു കാലം വരുന്നു. അക്കാലത്ത് തെറ്റുകളൊക്കെ ശരിയായി തോന്നും, ശരികളൊക്കെ തെറ്റായി തോന്നും. ഇപ്പൊ നമുക്ക് തന്നെ തോന്നാണ്, ഇവിടെയുള്ള ഉസ്താദുമാർക്കും തങ്ങന്മാർക്കും ആരെങ്കിലും ഒക്കെ തോന്നാണ്. ചില കല്യാണങ്ങളെ കുറിച്ചൊക്കെ മുമ്പ് പ്രസംഗിച്ചിരുന്നവർ തന്നെ